അജ്ന, ഇന്ത്യയിൽ നിന്നും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും ധാരാളം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് പോകാറുണ്ട്. അത് പഠനാവശ്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. പക്ഷേ അവർ അതിൽ പകുതിയിൽ പേരും പോകുന്നത് പഠനാവശ്യങ്ങൾക്കാണെങ്കിൽ അവർ അവിടെ സ്ഥിരതാമസമാക്കാനുള്ള ശ്രമം നടത്തും. പ്രത്യേകിച്ച് ഇത് അമേരിക്കയുടെ ഒരു അതിർത്തി പ്രദേശമാണല്ലോ. അപ്പോൾ കുറച്ചുനാൾ കാനഡയിൽ നിന്നിട്ട് അവസരം കിട്ടുമ്പോൾ അമേരിക്കയിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയി തങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിക്കാമെന്നാണ് പല വിദ്യാർത്ഥികളും ഈ കുട്ടിക്കാലത്ത് തന്നെ സ്വപ്നം കണ്ട ആ സ്വപ്നങ്ങളുമായാണ് കാനഡയിലേക്ക് പോകുന്നത്. ഈ ഇടക്കാലത്തെല്ലാം അത് വലിയ തലവേദനയായി മാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലയാളികൾക്കുൾപ്പെടെ ആ രാജ്യത്തിൻ്റെ ചില കർശനമായ നിയമങ്ങളും ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് അവർ ചില പുതിയ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നു. അതെല്ലാം നമ്മുടെ മലയാളികളെ ഉൾപ്പെടെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാലും വലിയ രീതിയിൽ തന്നെ കാനഡയിലേക്ക് പോകുന്നുണ്ട്, യൂറോപ്പിലേക്കും പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളും യുവതലമുറ സ്വപ്നം കാണുന്നത് മുഴുവൻ കാനഡയും അതോടൊപ്പം തന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമാണല്ലോ. ഇവിടെ തൊഴിലവസരങ്ങൾ കുറവും, മറിച്ച് ഇവിടുത്തെ സമരങ്ങളും വ്യവസായം ചെയ്യാൻ കഴിയില്ല, ഒന്നിനും ഒരു കുട്ടികളുടെ യുവത്വത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് തടയിടുന്ന ഒരു തലമുറയാണ് മുൻ തലമുറയായി പുതിയ തലമുറ കാണുന്നത്. അതിനുവേണ്ടി സ്വാതന്ത്ര്യത്തിനും തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പച്ചപിടിപ്പിക്കാനുമായി കാനഡയിലേക്ക് ഈ വിദ്യാർത്ഥികൾ പോകുകയാണ്. ഇപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളല്ലേ അവിടെ നിന്ന് പുറത്തു വരുന്നത്? ഉറപ്പായിട്ടും. കാരണം ഇതിനു മുന്നേ നമ്മൾ പറയേണ്ടത് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധമാണ്. ഇന്ത്യയും കാനഡയും വളരെ ധാരണയായിട്ടുള്ള, അതായത് പരസ്പര ഐക്യത്തോടെയുള്ള രണ്ട് രാജ്യങ്ങളാണ്. അതായത് വ്യവസായ മേഖലയിലാണെങ്കിലും നയതന്ത്ര മേഖലയിലാണെങ്കിലും മറ്റ് മേഖലകളിലാണെങ്കിലും ഇന്ത്യയും കാനഡയും തമ്മിലൊരു പരസ്പര ബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ്. പിന്നീട് ഈ രാജ്യങ്ങൾ തമ്മിൽ ബന്ധം വഷളാകുന്നു. അതായത് സിഖ് വിഘടനവാദി ഹർദീപ് സിംഗ് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴ്ത്തിയത്. അതായത് ഈ ഹർദീപ് സിംഗ് നിജ്ജറിനെ കൊലപ്പെടുത്തിയത് ഇന്ത്യയാണെന്നാണ് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണം ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടാണ് അന്ന് ആവശ്യപ്പെട്ടിരുന്ന കൃത്യമായി തെളിവ് തരുമോ എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ വലിയ നയതന്ത്ര തലത്തിൽ വലിയ വിമർശനങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് പിന്നീട് പിൻവലിച്ചിട്ട് തനിക്ക് അതിൽ പങ്കില്ല, ചില ഉദ്യോഗസ്ഥരുടെ പിഴവാണെന്ന രീതിയിലും അന്ന് പ്രസ്താവനകൾ രംഗത്ത് വരുന്നുണ്ട്. അതെ, അദ്ദേഹം അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. എന്നാൽ പിന്നീടും അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കെതിരെ കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം കാനഡയിൽ ഒരുപാട് സിഖ് കൂട്ടരാണ്, അതായത് സിഖ് വംശജരാണ് കൂടുതലുമായി കാനഡയിൽ താമസിക്കുന്നത്. അപ്പോൾ കാനഡ എന്ന് പറയുന്നത് ഈ വിഘടനവാദികൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു രാജ്യമാണത് നമുക്ക് പൊതുവെ അറിയാം. അപ്പോൾ ഇദ്ദേഹം, അതായത് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന കാനഡ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതായത് കൂടുതൽ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൂടുതലുമായിട്ട് കാനഡയിലേക്കാണ് ചേക്കേറുന്നത്. അതായത് ഉന്നത വിദ്യാഭ്യാസത്തിനും മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിനും വേണ്ടിയിട്ട് അവരുടെ പ്രതീക്ഷകളെല്ലാം കാനഡയിലാണ് അവർ കൂടുതലുമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഈ നിജ്ജറിന്റെ കൊലപാതകവും ബന്ധപ്പെട്ട് ഇവരുടെ വിസ വിലക്കുന്നത്. നമുക്കറിയാം കൂടുതൽ വിദ്യാർത്ഥികളുടെ വിസയൊക്കെ ഇടയ്ക്ക് സസ്പെൻഡ് ചെയ്തായിരുന്നു. പിന്നീട് ഇത് പുറത്തു വരുന്നത് രണ്ട് അത്ലറ്റുകൾ, എനിക്ക് അവരുടെ പേര് ഓർമ്മയില്ലെങ്കിലും രണ്ട് അത്ലറ്റുകൾ കാനഡയിലേക്ക് പോകാനിരുന്നപ്പോൾ കാനഡയിൽ ഇവർ വിസ ക്യാൻസൽ ചെയ്തു. അങ്ങനെ അത്ലറ്റുകൾക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോൾ അതാണ് കൂടുതൽ പ്രശ്നമായത്. കാരണം അത്ലറ്റുകൾക്ക് പോലും പോകാൻ സാധിക്കാതെ കാനഡ അത്രയും ഒരു കർശന നിയന്ത്രണങ്ങൾ അവിടെ എടുത്തു. അപ്പോൾ അവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അത്രത്തോളം പല വിസയുമായി ബന്ധപ്പെട്ട് കർശന നിയമങ്ങൾ പിന്നീട് വരുന്നത് കണ്ടിരുന്നിട്ടുണ്ട്. അതെ, ഒരുപാട് നിയമങ്ങൾ വന്നായിരുന്നു. കാരണം അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അവർ ഒരുപാട് ആശങ്കാജനകമായി. കാരണം അവരുടെ ഉന്നത വിദ്യാഭ്യാസ നിലവാരത്തിന് വേണ്ടിയും, അതായത് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ വിദ്യാർത്ഥികളും കാനഡ, യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് ആശ്രയിക്കുന്നത്. പക്ഷേ അവിടെയും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ അവിടുത്തെ അഭയാർത്ഥികൾക്കാണ് കൂടുതൽ പ്രശ്നമുണ്ടാകുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളോട് സ്റ്റഡി പെർമിറ്റ്, വിസ, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് വീണ്ടും ഹാജരാക്കാൻ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് അതായത് ഇതിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് വിദേശ വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് റിപ്പോർട്ട്. പക്ഷേ ഇവർ പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടല്ല എന്നാണ്
ഈ IRCC പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് മുന്നേയുള്ള കാര്യങ്ങൾ എടുത്ത്, അതായത് നിജ്ജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ത്യനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. നരേന്ദ്രമോദിക്കും അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നിജ്ജറിന്റെ കൊലപാതകങ്ങൾ ബന്ധമുണ്ടെന്ന് വരെ ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ വരെ അവസാന ഘട്ടത്തിൽ ഒരു മാസം മുൻപ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ഈ നയതന്ത്ര പ്രശ്നങ്ങൾ രൂക്ഷമാകാനുള്ള കാരണം അവിടെ ഒരു ക്ഷേത്രങ്ങൾ നിരന്തരം ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ നേതൃത്വത്തിൽ. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നതാണോ ഇത്തരം ഈ കർശനമായ നിയമങ്ങളുമായി ഒരു തിരിച്ചടി എന്ന വണ്ണം വരുന്നത്? ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഖാലിസ്ഥാൻ ഭീകരവാദികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് കാനഡ. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർദീപ് സിംഗ് നിജ്ജർ, അതായത് ഒരു ഖാലിസ്ഥാൻ വിഘടനവാദിയാണ്, അതായത് അയാൾ ഒരു ഭീകരവാദിയാണ്. അയാൾ കൊല്ലപ്പെട്ടിട്ട് കൂടി ഇന്ത്യക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ നമുക്ക് അവിടെ ചിന്തിക്കാവുന്നതാണ് കാനഡ എത്രത്തോളമാണ് ഒരു വിഘടനവാദികൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്. അതായത് അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ വാദിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ പറയുന്നത്, അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഓരോ ആരോപണം, അതായത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എന്തായാലും കാനഡയിൽ താമസിക്കുന്നവരായിരിക്കാം. അപ്പോൾ അവർക്കും അതൊരു ആശങ്കാജനകമായി, അല്ലെങ്കിൽ അവരുടെ ഇനി എന്താണ് മുന്നോട്ട്, ഇതൊരു യുദ്ധത്തിലേക്ക് കലാശിക്കും. നമുക്കറിയാം ഇപ്പോൾ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ട്, സിറിയയിൽ വിമത സഖ്യം അവിടുത്തെ ഭരണം ഏറ്റെടുത്തു, ഇസ്രയേൽ പലസ്തീൻ ആക്രമണം, അങ്ങനെ ഒരുപാട്. അതായത് ഏഷ്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യുദ്ധത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. അതുപോലെ തന്നെയാണ് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളായിരുന്നു ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ. പിന്നീട് ഷെയ്ഖ് ഹസീന മാറി മുഹമ്മദ് യൂനിസ് കയറിയപ്പോഴാണ് അവിടെ ഒരു യുദ്ധം പുറപ്പെട്ടത്. അതായത് ബംഗ്ലാദേശിനകത്ത് തന്നെ ഒരു യുദ്ധം പുറപ്പെട്ടത്. ഇപ്പോൾ ഇന്ത്യനെ യുദ്ധത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നയതന്ത്ര ബന്ധം വളരെ വഷളായി കൊണ്ടിരിക്കുന്ന ഇന്ത്യയും കാനഡയും തമ്മിൽ എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാം. അതുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം മാറി വരുന്നില്ല. ട്രംപ് അവിടെ അധികാരത്തിൽ വരുന്നുണ്ട്. ട്രംപും എന്തായാലും ട്രൂഡോയും തമ്മിൽ നല്ല ബന്ധമല്ല. ഈ ഇടക്കാലത്ത് തന്നെ 2 ദിവസം മുൻപ് തന്നെ അദ്ദേഹത്തെ ഗവർണർ എന്ന് വിളിച്ച് പരിഹസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതിന് കാരണം ഈ കാനഡയിൽ നിന്നാണ് അമേരിക്കയിലേക്ക് വലിയ രീതിയിൽ കുടിയേറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കുടിയേറ്റം തങ്ങൾ തടയുക, അല്ലെങ്കിൽ 25% നികുതി തീരുവ കാനഡയ്ക്ക് ചുമത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു ട്രംപ്. അപ്പോൾ അതിന് സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ 51ാമത്തെ സംസ്ഥാനമായി നിങ്ങൾ മാറട്ടെ എന്ന രീതിയിലാണ് ആ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. അപ്പോൾ ഈ ട്രംപിൻ്റെ എല്ലാം പുതിയ കടന്നുവരവ് എന്തായാലും ഈ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നില്ല. ഇത്തരം കർശനമായ നിയമങ്ങളെ തടയാൻ ട്രംപിൻ്റെ സഹായം ഇന്ത്യക്ക് തേടിക്കൂടും. ഉറപ്പായിട്ടും. കാരണം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ ഈ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. കാരണം അനധികൃത കുടിയേറ്റക്കാരെ എല്ലാവരെയും ഒഴിപ്പിച്ച് വിട്ടിട്ട് അമേരിക്കയിലുള്ളവർക്ക് തന്നെ ഒരു സ്ഥിരതാമസ സൗകര്യം അദ്ദേഹം ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം വളരെ പ്രസിഡന്റ് ആയിട്ടില്ല, എന്നിട്ടും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അവിടെയും ഇന്ത്യൻ ജനതയ്ക്ക് വളരെ ആശങ്ക ഉയർത്തിയിരുന്നു. കാരണം നമുക്കറിയാം അമേരിക്കയിലും ചേട്ടൻ പറഞ്ഞതുപോലെ അമേരിക്കയിലും കാനഡയിലുമാണ് കൂടുതൽ ഇന്ത്യൻ വംശജർ താമസിച്ച് വരുന്നത്. അപ്പോൾ ട്രംപ് ഇത്തരം ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇന്ത്യക്ക് അവിടെ ഒരു ഭീഷണിയുമുണ്ട്. കാരണം അവിടെയും ഇന്ത്യൻ വംശജരുണ്ട്, അമേരിക്കയിലും ഇന്ത്യൻ വംശജരുണ്ട്. അവരെയും കൂടെ പുറത്താക്കുമെന്ന സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. പക്ഷെ കാനഡയുടെ കാര്യത്തിലെടുത്താൽ ഇതൊരു ശുഭസൂചന തന്നെയാണ്. ഇന്ത്യക്ക് ചിലപ്പോൾ അത് പിന്തുണയായിരിക്കാം. പക്ഷെ അമേരിക്കയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് ഒരു ഭീഷണി തന്നെയാണ്. ഇവിടെ പറയേണ്ടത്, ഇവിടെ ഇപ്പോൾ ഇത്രയും, അതായത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് 4.2 ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രം കാനഡയിൽ താമസിക്കുന്നുണ്ടെന്നാണ്. പിന്നീട് ഇത്തരത്തിലൊരു കാനഡ ഇങ്ങനെ തീരുമാനമെടുക്കാൻ 2 കാരണങ്ങൾ, അതായത് കുറച്ച് കാരണങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ഇത്തരം കുടിയേറ്റ തൊഴിലാളികൾ, അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളും കാനഡയിലേക്ക് ചേക്കേറുമ്പോൾ അവിടെ തൊഴിലില്ലായ്മ രൂക്ഷമാകുന്നുണ്ട്. പിന്നീട് കാനഡയിലുള്ള ആൾക്കാർക്ക് അവിടെ താമസ സൗകര്യം ലഭിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ഈ അഭയാർത്ഥികൾ, അതായത് വിദ്യാർത്ഥികളെ തിരിച്ച് അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് അയക്കുന്നതായിട്ടും പിന്നീട് ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ് വീണ്ടും പരിശോധിക്കുന്നതായിട്ടും ഇങ്ങനെ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നിരുന്നാലും വീണ്ടും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ അവരുടെ വിസ തന്നെ വീണ്ടും ഇങ്ങനെ പരിശോധിക്കുന്നത് ഒരു ആശങ്കാജനകം തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അവിടെ സുരക്ഷിതമാണോ നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യ ഇതിൽ ഉടനെ തന്നെ ഒരു നടപടി എടുക്കണം. കാരണം അവിടെ ഇന്ത്യൻ എംബസി ഉണ്ട്. എന്നാലും ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം നമുക്കൊരു ആശങ്ക തന്നെയാണ്.